അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഷഫീഖാണ് റിയാദിൽ. എന്തൊക്കെയുണ്ട് ചങ്കള വിശേഷങ്ങളൊക്കെ? സുഖല്ല, റാഹത്തല്ലേ? ഇന്ന് ജോബ് വേക്കൻസി ഉള്ളത് 50 പേർക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ വീഡിയോ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നതാണ്, ഫുള്ളായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യണം. ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ കാണേണ്ട. എന്നോട് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് ഡീറ്റെയിൽസ് ചോദിക്കണം, ഞാൻ അതിലെല്ലാ ഡീറ്റെയിൽസും ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. പിന്നെ ഹായ് അയക്കുക, ഹലോ അയക്കുക. ഞാൻ എപ്പോഴും പറയണം, ഈ ഹായ് ഹലോ ഒക്കെ നിർത്തിയിട്ട് എന്താണ് ആവശ്യം എന്നുള്ളത് നിങ്ങളൊരു വോയിസിൽ 1 മിനിറ്റ് വോയിസിൻ്റെ ഒരു ഇതിൽ നിങ്ങൾ സെൻഡാക്കിയാൽ മതി. എൻ്റെ വാട്സാപ്പിൽ ഫ്രീ ആകുമ്പോഴാണ് ഞാൻ മെസ്സേജിന് റീപ്ലൈ തരിക. അപ്പം ഇന്നലത്തെ വേക്കൻസി ഞാൻ പറഞ്ഞല്ലോ, മിനിഞ്ഞാന്ന് അയച്ച മെസ്സേജിനടക്കം ഞാൻ ഇന്നലെ നൈറ്റാണ് റീപ്ലൈ കൊടുക്കുന്നത്. ഇപ്പോഴടക്കം ഞാൻ റീപ്ലൈ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ എന്നെനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഞാൻ കണ്ടു വീഡിയോൻ്റെ താഴെ നിങ്ങളെ വീഡിയോ എന്തിനാണ് ഇത്ര നീട്ടി കൊണ്ടുപോകണമെന്ന് ചോദിക്കുന്നുണ്ട് ചില ആളുകൾ. വീഡിയോ എന്തിനങ്ങനെ നീട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ ഇഷ്ടത്തിനാണ് വീഡിയോ ചെയ്യുക. താല്പര്യമുള്ളവരാണ് ആ വീഡിയോ വാച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഈ 50 പേർക്ക് പറഞ്ഞ ജോബ് വേക്കൻസി ഉള്ളത് ജിദ്ദയിലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ വീഡിയോ ഷോർട്ട് വീഡിയോ ചെയ്യും, ചിലപ്പോൾ ലെങ്ത്ത് കൂടുതലുണ്ടാവും. അത് നമ്മളെ ഇഷ്ടമല്ലേ. ഞാൻ നിങ്ങളുടെ ഒരു ഫായതൊന്നും മേടിച്ചിട്ടില്ലല്ലോ ഇത് ആരോടൊന്നും ചെയ്യുന്നത്, ആണോ? ഞാൻ ആരുന്നേലും 1000 രൂപ മേടിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് ഫ്രീ ആണെന്ന് പറയുമ്പോൾ ഞാൻ ഫ്രീ ആയിട്ട് ചെയ്യുന്നില്ല. പിന്നെ പല ആളുകളും ചോദിക്കുന്ന ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഡ്രൈവർ വേക്കൻസി മാത്രമാണോ പറയുന്നത് ചോദിക്കുന്നത്. ഡ്രൈവർ വേക്കൻസി എന്നൊന്നുമില്ല, എൻ്റെ കയ്യിൽ ഏത് വേക്കൻസി വരികയാണെങ്കിലും ഞാനത് നിങ്ങളെ അറിയിക്കും. പിന്നെ ഈ പെയിൻറ്റിങ് ഇൻഡസ്ട്രിയിൽ ഇതിൻ്റെയൊക്കെ വർക്കുകൾ വരികയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ വീഡിയോയിൽ പറയും. വരാതെ എനിക്ക് കള്ളം പറയാൻ കഴിയില്ല. എങ്ങനെ പിന്നെ അവിടെ വേക്കൻ്റ് ഉണ്ട്, ഇവിടെ വേക്കൻ്റ് ഉണ്ട്, എന്നിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ അത് ഞാൻ ആളായി എന്ന് പറയാം. അങ്ങനെയൊന്നും പറയണത് ശരിയല്ല. നമ്മൾ വേക്കൻ്റ് ഉള്ളത് ഉണ്ട് എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ വേക്കൻസിൻ്റെ ലൊക്കേഷൻ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാലറി പറഞ്ഞിട്ടുള്ളത് 3200 റിയാലാണ് സാലറി കേട്ടോ. ഞാൻ ലൊക്കേഷനും പറഞ്ഞിട്ടുണ്ട്, സാലറിയും പറഞ്ഞിട്ടുണ്ട്. ഫുള്ളായിട്ട് വീഡിയോ വാച്ച് ചെയ്യുന്നവർക്ക് മാത്രമേ ആ വേക്കൻറ്റിന് എനിക്ക് മെസ്സേജ് ചെയ്യാൻ കഴിയുള്ളൂ. സംശയങ്ങൾ ചോദിച്ചിട്ട് ആരും മെസ്സേജ് അയക്കണ്ട, ഞാൻ റീപ്ലൈ തരില്ല. ഓക്കെ, പിന്നെ നമ്മളെ വീഡിയോ നമ്മളെ ഇഷ്ടത്തിനാണല്ലോ. അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ദിവസം എൻ്റെ വീഡിയോ കാണണം, അതുകൊണ്ട് എനിക്ക് പറ്റിയ വേക്കൻ്റ് ഒന്നും ഇല്ല അങ്ങോട്ട് ചീത്ത പറഞ്ഞിട്ട് ആരും പോകണ്ട. അങ്ങനെ മെസ്സേജ് ആരെങ്കിലും അയച്ചു കഴിഞ്ഞാൽ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ അവരെ പേരും അവരുടെ ഫോട്ടോസും ഞാൻ ഷെയർ ചെയ്യും. ഓക്കെ, കാരണം അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അല്ലാതെ എനിക്ക് ഫേമസ് ആനോ, എനിക്കിപ്പോൾ ഫേമസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഇത് ടിക്ടോക്കിലിട്ടാലും ഇതടിച്ച് കയറിപ്പോവും. പിന്നെ ഫണ്ടിൻ്റെ കാര്യം, അതിന് ആ ടെൻഷൻ അടിക്കൊന്നും വേണ്ട ആരും. അത് ഒരു രൂപത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇതുവഴി തന്നെ എനിക്ക് ചിലവാക്കാനും പറയും. അത് നിങ്ങളെല്ലാവരും കാണും ചെയ്യും. പിന്നെ വീണ്ടും ഞാൻ എല്ലാ വീഡിയോയിലും ഇങ്ങനെ പറയാൻ കാരണം, നിങ്ങൾ കമൻറ്റ് ഇടുന്നതിനനുസരിച്ചായിരിക്കും എൻ്റെ ജോബ് വേക്കൻസിയും കാര്യങ്ങളും. അപ്പോൾ എൻ്റെ ജോലിൻ്റെ ഇടയിലാണ് ഞാൻ റീപ്ലൈ തരിക. ഞാൻ നിങ്ങളോട് എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത് നിങ്ങൾക്ക് ഓക്കെ അല്ല ജോബ് ഉണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഇപ്പോൾ 10,000 20,000 50,000 ആളുകൾ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും മെസ്സേജ് അയക്കണ്ടേ. നിങ്ങൾക്ക് ആ ജോബിന് ഓക്കെ ഉണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ വീഡിയോ വാച്ച് ചെയ്യുക. ആർക്കും പേഴ്സണലായിട്ട് എന്നെ കൊണ്ട് കൊടുക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ ഡ്യൂട്ടി ടൈം പറഞ്ഞിരിക്കുന്നത് 10 മണിക്കൂറാണ്. ഓക്കെ, കമ്പനിയിലേക്കാണ് കേട്ടോ വേക്കൻസി. ഇന്ന് എൻ്റെ ഫുള്ള് വീഡിയോ വാച്ച് ചെയ്യാത്തവന് ഒരിക്കലും ആ വേക്കൻറ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ, വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണും. വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ മെസ്സേജ് അയക്കുക. ഞാൻ അവിടെ ആളുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എനിക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ജോബ് ചെയ്താലും എനിക്ക് എൻ്റെ കുട്ടികളെ നോക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്കൊരു ജോബ് കണ്ടെത്തുള്ളൂ. പലതരം അഭിപ്രായങ്ങളും കാര്യങ്ങളുമായിട്ട് എനിക്ക് മെസ്സേജ് അയക്കോ വോയിസ് അയക്കോ ഒന്നും വേണ്ട. അപ്പോൾ അതിലൊക്കെ ഒരുപാട് വോയിസ് നിങ്ങൾക്ക് കേൾപ്പിക്കാനുണ്ട്. അപ്പോൾ അതൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ റൂമും ഉണ്ട്, ഫുഡും ഉണ്ട്.
നമ്മളെ ഈ ഞാനിപ്പോൾ പറഞ്ഞ കമ്പനിയിലെ ജോബിന് റൂമുണ്ട്, ഫുഡുണ്ട് കേട്ടോ. 50 പേരെയാണ് വേണ്ടത്. ഓക്കെ, ഇന്ന് എൻ്റെ വീഡിയോ വാച്ച് ചെയ്തിട്ട് ബാഡായിട്ട് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും അത് ആഡ് ചെയ്യും. കാരണം എനിക്ക് തിരിച്ച് വിളിക്കാൻ അറിയാത്തതുകൊണ്ടൊന്നുമല്ല, പക്ഷെ നിങ്ങളെല്ലാവരും അറിയട്ടെ, അതുകൊണ്ടാണ്. 3 വേക്കൻ്റ് ഉള്ളല്ലോ, ഒരു വേക്കൻ്റ് ആണെങ്കിലും ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്യാം, ഒന്നും ഉണ്ടായിട്ടല്ല. അതേപോലെ തന്നെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് റീപ്ലൈ തരാം. അങ്ങനെ നമുക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമ്മളീ പറഞ്ഞ വേക്കൻറ്റിന് ലൈസൻസ് നിർബന്ധമായിട്ടും വേണം. ഓക്കെ, ഇക്കാമ വാലിഡ് ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ലൈസൻസ് ഉണ്ടായിട്ട് കാര്യമില്ല, അഫ്ഷിയറിൽ ആടായിരിക്കണം. അഥവാ പഴയ ലൈസൻസ് പുതിയ ഇക്കാമിക്ക് മാറ്റാതെ ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട്, അതുകൊണ്ട് കാര്യമില്ല. അതിൻ്റെ ഒരു ചെറിയ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മൾ നാട്ടിൽ നിന്ന് ഇപ്പോൾ നേരത്തെ സൗദിയിലുള്ള ആളാണ്, അയാൾക്ക് ഡ്രൈവിംഗ് ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അയാൾ നാട്ടിൽ പോയിട്ട് പുതിയ വിസയിൽ വന്നാൽ അയാൾ ഈ പഴയ ലൈസൻസ് പുതിയ ഇക്കാമയിലേക്ക് ചേഞ്ച് ചെയ്യണം. പുതിയ ഇക്കാമയിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ഞാൻ ഇതിന് മുമ്പ് അതിനായിട്ടൊരു വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. ലൊക്കേഷനും കാര്യങ്ങളും നമ്മൾ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ നോക്കിയെടുക്കണം. റിയാദിലുള്ള ആളുകൾ റിയാദിൽ തന്നെ അപ്പോയിൻമെൻ്റ് എടുക്കുക. 1 മാസം 1.5 മാസമൊക്കെ ടൈം പിടിക്കും. അത് നമ്മൾ പഴയ ലൈസൻസ് പുതിയ ഇക്കാമയിലോട്ട് ചേഞ്ച് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്ത പോലെ മാതിരിയാണ്. കാരണം നമ്മളിപ്പോൾ ഒരു കാർ എടുക്കുകയാണെങ്കിൽ നമ്മൾ അഫ്ഷിയറിൽ ലൈസൻസ് ഇല്ലെങ്കിൽ നമ്മളെ പേർക്ക് കാറ് രജിസ്റ്റർ ആവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ലൈസൻസ് നമ്മൾ പുതിയ ഇക്കാമിക്ക് ചേഞ്ച് ചെയ്യുക. അതാണ് അവരും പറഞ്ഞിട്ടുള്ളത്, അഫ്ഷിയറിൽ നിങ്ങളെ ലൈസൻസ് ഇക്കാമി കാണണം. ഓക്കെ, അപ്പോൾ നമ്മളെ കമ്പനി ജോബ് പറഞ്ഞില്ലേ, സ്റ്റേഡിയത്തിൻ്റെ വർക്കാണ് കേട്ടോ. സൈറ്റിൻ്റെ ഉള്ളിൽ മാത്രമാണ് ഡ്യൂട്ടി ഉണ്ടാവുക. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ ഈ ജോബ് വേക്കൻസി വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ പല ആളുകളും മറ്റുള്ള ആളുകൾക്ക് നമ്മളെ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. അക്കാര്യം നിങ്ങൾ ചെയ്യരുത്. നമ്മളെ മലയാളികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ജോബ് വേക്കൻറ്റി, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് ഹിന്ദി പറഞ്ഞാൽ മതിയല്ലോ വേക്കൻറ്റികളൊക്കെ, അല്ലെങ്കിൽ അറബി പറഞ്ഞാൽ മതി. അപ്പോൾ മലയാളികൾ ആവശ്യം ഉണ്ടാവുകൊണ്ടാണ് നമ്മൾ മലയാളത്തിൽ കാര്യങ്ങളൊക്കെ പറയുന്നത്. അതുകൊണ്ട് പാകിസ്ഥാനിയൊക്കെ സുഡാനിയൊക്കെ ഒന്നും കൊടുക്കണ്ട. ഹെവി ഡ്രൈവിംഗ് ലൈസൻസാണ് വേണ്ടത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ തെനാസിൽ ചേഞ്ച് ആക്കൂല കേട്ടോ. പുറത്ത് നിന്ന് ജോലി ചെയ്യേണ്ടി വരും. പുറത്ത് നിന്ന് ജോലി പറയുമ്പോൾ തെനാസിൽ ചേഞ്ച് ചെയ്യാതെ ജോലി ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ബംഗാളിയാക്കോ നേപ്പാളിയാക്കോ ഒന്നും കൊടുക്കേണ്ട നമ്മളെ മലയാളീസ് ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഇത് സൗദിയിലുള്ള ആളുകൾ മാത്രം മെസ്സേജ് അയച്ചാൽ മതി. നാട്ടിലുള്ള ആളുകൾക്കല്ല കേട്ടോ വേക്കൻസി. ചിലപ്പോൾ സൗണ്ട് കുറവായിരിക്കും, കാരണം ഞാനിവിടെ ഓഫീസിനകത്താണ്. ഓക്കെ, കൂടുതൽ സൗണ്ടിൽ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഡ്യൂട്ടി 10 hour ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര മാസം ഉണ്ടാവുന്നില്ല, ചിലപ്പോൾ 6 months ആവും, ചിലപ്പോൾ 1 year ആവും, അതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. 9895331557 9895 331 557. അപ്പോൾ 10 ദിവസത്തിനകത്ത് ജോബിന് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ആളുകൾ മാത്രം മെസ്സേജ് അയക്കുക. ഓക്കെ, ഓൾറെഡി സൗദിയിലുള്ള ആളുകൾ മാത്രം മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് അതുപോലുള്ള കമ്പനി വർക്കുകളൊക്കെ ഉണ്ടാവും. വീഡിയോ വാച്ച് ചെയ്യുക, അതുപോലെ തന്നെ സ്റ്റാറ്റസ് വെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. കാര്യങ്ങളൊന്നും നിങ്ങൾ മറക്കരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സൗദിയിൽ ഇപ്പം ഈ വേൾഡ് കപ്പിൻ്റെ ടൈം കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തേക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ സ്റ്റേഡിയത്തിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. അതുപോലെ പല കമ്പനി ഇനിയിപ്പോൾ ചൂട് കഴിഞ്ഞു, ഇനി തണുപ്പാവുകയാണ്. അപ്പോൾ ഇവൻറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഡ്രൈവർ ചാൻസുകൾ, നല്ല സാലറിയിൽ ഡ്രൈവർ ചാൻസ്. പേഴ്സണലായിട്ട് എനിക്ക് ആരും മെസ്സേജ് അയക്കണ്ട, ഞാൻ എൻ്റെ വീഡിയോയിൽ പറയും. നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്യുക. ഒരു 10 മിനിറ്റാണ് ഒരു വീഡിയോ ഉണ്ടാവുക. അത് വാച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഞാൻ പറയുന്ന ജോബ് വേക്കൻസി നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം. ഓക്കെ, അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എൻ്റെ കോൺടാക്ട് നമ്പർ 9895 331 557 98 95 331 557. ഈ നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. അവരെ കോൺടാക്ട് നമ്പർ ഞാൻ തരാം. അപ്പോൾ ഓക്കെ, ഇൻഷാല്ലാ നെക്സ്റ്റ് ജോബ് വേക്കൻസി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.